നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് MOയുടെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക് വരികയാണെങ്കിലും അതല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു സാധനവും നമ്മൾ യാത്രയിലുടനീളം നമ്മൾ മേടിച്ച് കൈവശം വെക്കരുത് എന്നാണ് MOയുടെ വാണിംഗ് വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പരമാവധി ഈ ആളുകളുടെ കയ്യിൽ സാധനങ്ങൾ കൊടുത്തയക്കുന്നത് നമ്മൾ പരമാവധി ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും ഒരു എമർജൻസി കേസുകളിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തയക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം കൊടുത്തു വിടുന്ന ആൾ നിങ്ങൾ ആ കൊണ്ടുപോകുന്ന ആൾക്ക് എന്ത് ചെയ്യുക, ഇത് തുറന്ന് കാണിച്ച് വളരെ വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് ഇന്ന സാധനമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സാധനം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആൾക്ക് നോ പറയാൻ കഴിയില്ല. മാത്രമല്ല, നമ്മളൊരു സാധനം കെട്ടിപ്പൊതിഞ്ഞ് വളരെ ഭദ്രമാക്കി ഒരാളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഈ കൊണ്ടുപോകുന്ന ആൾക്കറിയില്ല അത് ഇന്ന സാധനമാണെന്ന് ആൾക്കറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊടുക്കുന്ന ആളാണ് അത് ഇന്ന സാധനമാണ് എന്ന് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് ഈ കൊണ്ടുപോകുന്ന ആൾക്ക് ഇത് വളരെ ബോധ്യപ്പെടുന്ന രീതിയിൽ നമ്മളത് ചെയ്യണം എന്നാണ് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. MOയുടെ വാണിംഗ് വന്നിട്ടുള്ള MO പറയുന്നില്ല, മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ പറയുന്നില്ല ഒരാളുടെ സാധനവും ഒരിക്കലും കൊണ്ടുപോകരുത് എന്ന് കർശനമായിട്ടൊന്നും പറയുന്നില്ല. ഈ സ്ട്രേഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് പരിചയമില്ലാത്ത സാധനങ്ങൾ, അറിയാത്ത സാധനങ്ങൾ എന്ത് ചെയ്ത് കൊണ്ടുപോകരുതെന്ന് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ തന്നെയാണ്. പരമാവധി ആളുകളുടെ കയ്യിൽ ഈ സാധനങ്ങൾ കൊടുത്തയക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എമർജൻസി കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ കൊടുക്കുന്ന ആൾ ഈ ഒരു സാധനം അത് ഇന്ന സാധനമാണെന്ന് തുറന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതല്ലെങ്കിൽ ഈ യാത്ര ചെയ്യുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. അതും കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില പോലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ കൈവശം വെച്ച് കസ്റ്റംസ് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ ലഗേജ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ആരുടെ കയ്യിൽ നിന്നാണോ ഈ സാധനം പിടിക്കപ്പെട്ടിട്ടുള്ളത് അയാളായിരിക്കും അതിന് ഉത്തരവാദി. ഓക്കെ, താങ്ക് യു.